കരുവൻ പരതകള ആ എൻ്റെ തെയ്യം അവിടെ ഞങ്ങൾ കെട്ടിയാടുന്നത്. അത് പിന്നെ 18 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇത് ഞങ്ങളെ തറവാട്ടിൽപ്പെട്ട ഞങ്ങൾ പുറത്തുനിന്ന് ഒരാളെ വിളിക്കാൻ പറ്റില്ല. തറവാട്ടിൽപ്പെട്ട ഒരാൾ മാത്രമേ ഈ തെയ്യം കെട്ടിയാടും. പിന്നെ നമ്മൾ ഈ തെയ്യത്തിന് ഈ അണിയലങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഇത് ഫുള്ള് ഈ പ്രകൃതിദത്തമായ നാച്ചുറൽ സാധനങ്ങളാണ്. എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുക? ഞങ്ങൾ മഞ്ഞൾ, ഈ ചുവന്ന കളറിന് വേണ്ടിയിട്ട് പിന്നെ മഞ്ഞൾ, അരിപ്പൊടി, ഈ സാധനം ഈ ഉപയോഗിച്ചത് അരിപ്പൊടി, മഞ്ഞൾ, ചുണ്ണാമ്പ്, ഈ 3 സാധനം കൂടി കൂട്ടിയിട്ടാണ് ആ സാധനം ഉണ്ടാക്കുന്നത്. പിന്നെ കുരുത്തോല കൊണ്ട് ഉള്ള പണികൾ, പാള. ഇപ്പം നമ്മളിവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് മുടിയാണ്. ഇത് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ കാണാത്ത തരത്തിലുള്ള തെയ്യാണ് ഇവിടെ ഉള്ളത്. പിന്നെ കരുവൻ എന്ന് പറയുന്ന പരദേവതയുടെ വേഷങ്ങൾ പല സ്ഥലത്തും പല രീതിയിലാണ് ചെയ്യുക. ഇവിടെ മാത്രം ഈ പ്രത്യേക രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ താളം മറ്റു ക്ഷേത്രങ്ങളിലെ കരുവൻ്റെ താളമൊന്നുമല്ല ഇവിടെ റെയറായിട്ടുള്ള താളങ്ങളാണ്. മറ്റൊരാൾക്ക് പുറമേ നിന്ന് ഒരാൾക്ക് വന്നാൽ ഇതിന് ചെണ്ടക്കൊട്ടുകാരന് ചെണ്ട കൊട്ടുന്ന ആൾക്ക് കൊട്ടാനും കഴിയില്ല. ഇത് ഇപ്പം ഞങ്ങളെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിൻ്റെ താളങ്ങൾ അറിയുള്ളൂ. പുറമേ ഒരാൾ വന്നാൽ അതുകൊണ്ട് തന്നെ പുറമേ ഒരാളെ വിളിക്കാനും കഴിയില്ല. കുടുംബക്ഷേത്രമായിട്ടാണ്. കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവകാശമാണ് ഇവിടെ നടത്താനുള്ള അവകാശം ഞങ്ങൾക്ക് തന്ന. പണ്ട് ഞങ്ങൾക്ക് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഭൂമിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ക്ഷേത്രം ഭാഗം ഭൂമിയൊക്കെ കിട്ടിയ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നടത്തി കൊടുക്കണം. ഞങ്ങളെ വീട്ടിൽ നിന്ന് വീട്ടുകാർ നടത്തി കൊടുക്കണം ഈ ഉത്സവം. Ada